നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ മറുനാടൻ മലയാളി പുറത്തു കൊണ്ടുവരുന്ന വാർത്തകൾ ഒരു കാലത്ത് പല മാധ്യമങ്ങൾ ഇത് ആദ്യം അവർ അങ്ങ് അവഗണിച്ച് വിടുകയും പിൽക്കാലത്ത് അവർ നേരിടുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം നമ്മൾ നിരന്തരമായി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കുറേ കാലമായി. പിന്നീട് പലരും നമ്മൾ ചോദിക്കാം, നിങ്ങളെന്താണ് പിന്നെ ഇത് ആഘോഷമാക്കാത്തതെന്ന് പലരും ചോദിക്കാറുണ്ട് നമ്മളോട്. കാരണം നമ്മൾ കൊണ്ടുവന്ന് എത്രയോ കാലം നമ്മൾ കൃത്യമായി ചെയ്തിരുന്ന വാർത്തകളാണ്. ഇപ്പോൾ രാജേഷ് കൃഷ്ണയുടെ കാര്യത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ ഇപ്പോഴത്തെ കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അശോകനുണ്ട്, ഡോക്ടർ ബി അശോക്. അശോകരിക്ക് എന്നോട് പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മറുനാടൻ അദ്ദേഹമുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകരും ഈ IAS IPSകാരൊക്കെ ഉള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ അദ്ദേഹമുണ്ട്. മറുനാടൻ ഒരു മാധ്യമ സ്ഥാപനമാണ് എന്ന് പറയുന്നത് പോലും ഇവർ പലർക്കും ഇഷ്ടമല്ലെന്നാണ് പറഞ്ഞത്. കൊടുക്കാറില്ലല്ലോ. ഒരു ഓൺലൈൻ ചാനൽ കൊടുക്കും. യൂട്യൂബർ എന്നാണ്. കഴിഞ്ഞ ആഴ്ച യാത്രയായിട്ട് പറഞ്ഞോട്ടെ, കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു മാധ്യമരംഗത്ത് അല്ലാത്തൊരു സുഹൃത്ത് തന്നെ വിളിച്ച് പറഞ്ഞു, ഈ ന്യൂസ് 18 ഇയാൾ നമ്മുടെ വിനായകനെ ബന്ധപ്പെട്ട് നമ്മളെക്കുറിച്ചുള്ള വാർത്ത കൊടുത്തു. അപ്പോൾ മാധ്യമപ്രവർത്തകനായ ഷാനസ്കറിയ എന്ന് പറഞ്ഞു. അത് കേട്ട വലിയ സന്തോഷമുണ്ടെന്ന്. അല്ല, ന്യൂസ് 18 പറയും, ജനൻ TV പറയും, ഏഷ്യാനെറ്റ് പറയും. ഏഷ്യാനെറ്റിൽ പോലും ആള് ആരാന്നുള്ളത് ബിനുവാണെ പറയും. എല്ലാവരും പറയണമെന്ന് നിർബന്ധമില്ല. ഏഷ്യാനെറ്റ് ഒരു കൊച്ചു പയ്യനുണ്ടല്ലോ, ഒരു സിമ്പിളം പയ്യനുണ്ട്, അവൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഈരാറ്റുപേട്ടക്കാരൻ, നല്ല പയ്യനാണ്, മിടുക്കനവൻ. അവൻ ഒരിക്കൽ യൂട്യൂബർ എന്ന് പറഞ്ഞാണ് അഭിസംബോധന ചെയ്തത്. അപ്പം ഞാൻ സിന്ധു സൂര്യകുമാർ ചോദിക്കുകയും ചെയ്തു, യൂട്യൂബർ അല്ലാത്ത ഒരാളെ കാണിച്ചു തരണം, നിങ്ങളാരും യൂട്യൂബർ അല്ലേ ഞാൻ ചോദിക്കുക. എല്ലാവരും യൂട്യൂബർമാരാണല്ലോ. ഇന്ന് മനോരമ പത്രത്തിൽ ഒരു യൂട്യൂബറെ തല്ലി എന്ന തരത്തിൽ വിവാദവും പറഞ്ഞ് വാർത്ത കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിവേ ഇവർ യൂട്യൂബർ എന്ന് പറഞ്ഞാൽ മോശം കാര്യമാണ്. ലോകത്തുനിന്ന് ഏറ്റവും അധികം വ്യാപകമായി യൂട്യൂബുകളാണ്. പക്ഷേ കേവലം യൂട്യൂബർ മാത്രമാണ്. യൂട്യൂബർ എന്ന് പറഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ എന്തെങ്കിലും മാധ്യമ പ്രവർത്തന പശ്ചാത്തലമില്ലാതെ എന്തെങ്കിലുമൊക്കെ പറയുന്ന ആളുകൾ എന്ന് വിശേഷണം, അതാണ് അർത്ഥം. അതെ, നമ്മൾ സിനിമക്കാരൊക്കെ പുറകെ നടക്കുന്ന കുറേ ആളുണ്ടല്ലോ. മഞ്ഞപ്പത്രം എന്ന് പറയുന്നതിന് തുല്യമായിട്ടാണ് ഇപ്പം യൂട്യൂബർ പറഞ്ഞു ഉപയോഗിക്കുന്നത്. പക്ഷെ നമുക്ക് ഇത്രയും വലിയ സിസ്റ്റം ഉണ്ടെന്നും സ്റ്റുഡിയോകൾ പലതുണ്ടെന്നും നമുക്ക് റിപ്പോർട്ടർമാരുണ്ടെന്നും ബ്യൂറോ ഉണ്ടെന്നും ഇവർക്ക് അറിയാത്തത് കൊണ്ടാണോ അറിയില്ല, അതെന്തോ ആവട്ടെ. അപ്പം പറഞ്ഞ അശോക്, അതാണ് ഇവരുടെ ഒരു രീതി. അതെ, പക്ഷെ ഇതൊന്നും നമ്മളെ ഗവനിക്കുന്ന വിഷയമല്ല. കാരണം നമുക്കൊരു വിഷയം നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ അത് വാർത്തയാണെങ്കിലും ജനങ്ങൾ അറിയണം. അത് പരിചയക്കാരാണെങ്കിലും കൊടുക്കും. ഗോകുലം ഗോപാലുമായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല ബന്ധമുണ്ട്. പക്ഷെ ഗോകുലം ഗോപാലിനെതിരെ വാർത്ത വന്നാൽ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ അന്തിച്ച് നിൽക്കുമ്പോൾ നമ്മൾ നന്നായി കൊടുത്തത്. അപ്പം ഗോകുലം ഗോപാലൻ വിളിച്ച് ചോദിക്കും, എന്നെ വിശ്വാസമില്ലെന്ന്. ഞാൻ പറഞ്ഞ വിശ്വാസമില്ലെന്ന് പറയും. ഇപ്പം 24-ന്റെ ഇൻവെസ്റ്ററാണ് ഗോകുലം ഗോപാൽ. അത് ഗോകുലം ഗോപാലൻ സമ്മതിക്കുന്നുണ്ട്. റിപ്പോർട്ടറിൻ്റെ ഇൻവെസ്റ്ററാണെന്ന് സമ്മതിക്കുന്നില്ല. അത് രഹസ്യ ഇടപാടാണ്. അപ്പം ഞാൻ റിപ്പോർട്ടറിൻ്റെ സാമ്പത്തിക സഹായം എനിക്ക് നല്ല കറക്റ്റ് സോഴ്സ് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. പക്ഷേ ഇന്നേ വരെ ഗോകുലം ഗോപാലൻ സമ്മതിച്ചിട്ടില്ല. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് എന്നെ വിശ്വാസമില്ലല്ലേ, ഞാൻ പറഞ്ഞു ഒട്ടും വിശ്വാസമില്ല, കാര്യത്തിൽ സാമ്പത്തിക അല്പം പോലും വിശ്വാസമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ രീതി. പക്ഷെ നമ്മൾ ഇതൊന്നും ബാധിക്കത്തേയില്ല. ഒരു വാർത്ത എമർജ് ചെയ്ത് വരുമ്പോൾ അത് വാർത്തയാണെങ്കിലും കൊടുക്കുക. മാത്രമല്ല, നമ്മൾ ആരോണം വരുന്ന അവരുടെ വേർഷൻ നമ്മൾ കൊടുക്കാറുണ്ടല്ലോ. പിന്നെ ഇതിൻ്റെ അകത്ത് രാജ്മോഹൻ നോക്കിക്കോളൂ. ഇപ്പം അൽ മുക്താദിനെതിരെ നമ്മൾ വാർത്ത കൊടുത്തു. ഈ അൽ മുക്താദിനെതിരെ നമ്മൾ കൊടുത്ത വാർത്ത യാഥാർത്ഥ്യമാണെന്ന് ചാനലുകൾക്കും പത്രങ്ങൾക്കും ബോധ്യമായിട്ടും അവർ തൊട്ടിട്ടില്ല. പരസ്യം കിട്ടണമല്ലോ. പരസ്യം ഇനി കിട്ടത്തില്ല. അന്ന് കിട്ടിയിരുന്നല്ലോ. നേരത്തെ കിട്ടിയപ്പോൾ അവർക്ക് നാണക്കേടാവും. പക്ഷെ അതുകൊണ്ട് എന്താ അനുഭവിക്കുന്നത്? ഈ അൽ മുക്താദിറുകാരൻ ഈ അടുത്ത തട്ടിപ്പോയിട്ട് വന്നാലും ഈ മറുനാടൻ കാണാത്ത ഒരുപാട് പേരുണ്ടല്ലോ, അതെ, അവരിന്ന് ചെന്നപ്പെടും. പക്ഷേ ഇന്ന് നമ്മൾ പറയുന്നത് നാളെ ശരി. ഇപ്പം ഞാൻ ഇന്നലെ വന്ദേ ഭാരതിന് തൃശ്ശൂർക്ക് പോയി. നല്ല രസമായിരുന്നു ആ യാത്ര. അപ്പോൾ അന്ന് പോയി കഴിഞ്ഞപ്പം ഒരു പയ്യൻ എന്നെ വന്ന് പരിചയപ്പെടുത്തും. ഫിറോസ് എന്നോ മറ്റോ എൻ്റെ പേര്. കൊച്ചിൻ ഖനീഫയുടെ ബന്ധുവാണ്. അപ്പോൾ അവൻ എന്നെ പരിചയപ്പെട്ടു. അവനോട്, ചേട്ടാ ഞാൻ മറ്റേ ഈ ദുബായിലുള്ള ആദ്യത്തെ പേര് ഞാൻ മറന്നുപോയി, എന്തൊരു മാർക്കാണി. അവനാണ് ഈ ഗോൾഡൻ വിസയുടെ പേരിൽ ജയിലിൽ പോവുക ചെയ്തത്. ഇപ്പം മാർക്കോണിയുടെ വാർത്ത വന്നപ്പം വിശ്വസിച്ചേ ഇല്ല. എനിക്ക് അയാളെ അറിയാമായിരുന്നു, ഞാൻ അത്രയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ പറഞ്ഞ് ശരിയാണെന്ന്. അപ്പോഴാണെന്ന്. അതേപോലെ തന്നെ മറ്റൊരാളെ പരിചയപ്പെട്ടു. അയാളുടെ പേര് ഞാൻ പറഞ്ഞു. അയാൾ കൈപ്പട്ടൂരുകാരനാണ്, പത്തനംതിട്ട. പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മളെ അവർക്ക് വിശ്വാസം വരുന്നത് കരിക്കിനത്തിൻ്റെ വാർത്ത വരുമ്പോഴാണ്. കാരണം അവൻ അവിടുത്തുകാരനാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഈ കരിക്കിനത്തിനെ കുറിച്ചാണെങ്കിലും യോയാ ലൂക്കസിനെ കുറിച്ചാണെങ്കിലും ബോച്ചയെക്കുറിച്ചാണെങ്കിലും ഒക്കെ അറിയാവുന്നവർക്കറിയാം. അപ്പം ബോച്ചയുമായി ബന്ധപ്പെട്ട 1-2 പേരെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. അവിടുത്തെ ഫിജി കാട്ടിൽ വലിയ കലാപമൊക്കെ നടക്കുക. എന്നിട്ട് അവിടുന്ന് അവന്മാരെല്ലാം കൂടെ കുറച്ച് പേര് ബദൽ സാധനം ഉണ്ടാക്കി. ഇതിൻ്റെ വേറെ രീതി ആയിരിക്കാം, എന്തായാലും ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പം ഇവർക്കൊക്കെ അറിയാം നമ്മൾ പറഞ്ഞത് ശരിയാണെന്ന്. അപ്പം ഇപ്പം മുസ്ലിം വിരുദ്ധമെന്ന് പറഞ്ഞു. പക്ഷേ ഈ
അൽമുക്താദിറുമായി ബന്ധപ്പെട്ട വാർത്ത അവർ നമ്മളെല്ലാം കോൺടാക്ട് ചെയ്യുന്നത്. മാത്രമല്ല അതിന് ഏറ്റവും വലിയ വിക്ടിംസ് ആണ് കൂടുതൽ മുസ്ലിംസാണ്, പാവപ്പെട്ട മുസ്ലിംസ് വന്നത് ഫോൺ ചെയ്യുന്ന എല്ലാ മുസ്ലിം പാവപ്പെട്ട മുസ്ലിം സ്ത്രീകളാണ്. അപ്പോൾ ആളുകൾക്ക് ഇതുപോലെ തന്നെയാണ് ഈ ഇഷ്യൂ. രാജ്മോഹൻ, ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പറയേണ്ടതുണ്ട്. ഈ രാജേഷ് കൃഷ്ണയും ഞാനും തമ്മിൽ ഒരു അടിസ്ഥാനപരമായി പിണക്കമില്ല. ഞങ്ങൾ തമ്മിൽ ഒരു തവണ അന്ന് അവിടെ വെച്ച് മാത്രമേ എയർപോർട്ടിലെ സംഭവമുള്ളൂ. ആ സംഭവം പോലും ഈ ഒരു പരമ്പരയുടെ തുടക്കമായിരുന്നു. പക്ഷെ അതിനു മുമ്പ് നമ്മുടെ എയർപോർട്ട് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് 1-2 ഈ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം സംഭവിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പിണറായി പറഞ്ഞു എന്താണ് അവതാരങ്ങളില്ല, ചില അവതാരങ്ങൾ ചിലർ അവകാശപ്പെടുന്നുണ്ട്, പക്ഷെ അങ്ങനെ അല്ല. യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ അവതാരങ്ങൾ ഉണ്ടായിരുന്ന പിണറായിയുടെ കാലത്താണ്. അവതാരങ്ങളെ വിളയാട്ടമാണ്, എത്ര അവതാരങ്ങളെ. അങ്ങനെ ഒരു അവതാരമാണ് ഈ പറയുന്ന രാജേഷ് കൃഷ്ണ. അപ്പോൾ ഇയാളും ഞാനും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ട സാഹചര്യമൊന്നുമില്ല. നേരത്തെ ഫേസ്ബുക്കിലൂടെയൊക്കെ അന്ന് ഈ അത്യാവശ്യം കോണ്ടാക്റ്റൊക്കെ ഉണ്ടായിരുന്ന ആളെ ഞാനുമായിട്ട്. അപ്പോൾ പുള്ളി BBC-യുടെ റിപ്പോർട്ടറാണ് എന്ന രീതിയിലാണ് ഇവിടെ CPM സഖാക്കൾക്കിടയിൽ പറയുന്നത്. അപ്പം ഞാൻ അന്വേഷിച്ചു, ഇയാൾ BBC-കാരൊന്നും അല്ല. എനിക്കൊരു കത്ത് വന്നു, ഇയാൾ ആരാണ് എന്താണെന്ന് ചോദിച്ചാൽ. അപ്പം ഞാൻ ഈ കത്ത് വായിക്കാൻ കൊണ്ട് ചെയ്തു. അന്നത്തെ കാലം കുറേ കാലം മുമ്പാണ്. എന്നാലും അങ്ങനെ അതൊന്നും അല്ലാതെ തന്നെ എനിക്ക് പരിചയമുള്ള ആഷ മാത്യു എന്ന് പറഞ്ഞൊരു നേഴ്സ് അവിടെ ഉണ്ട്. വളരെ ഉയർന്ന പദവിയിലിരിക്കുന്ന നേഴ്സാണ്, എന്തോ grade 8 വലിയ നേഴ്സാണ്. അപ്പം ഇവർ നല്ല സ്ത്രീയാണ്, എനിക്ക് അവരോട് പരിചയമുണ്ടായിരുന്നു. ഇവരുടെ മകൻ മരിച്ചുപോയി, ക്യാൻസർ വന്നു. അപ്പോൾ ഈ മകൻ്റെ പേരിൽ ഇവർ ചാരിറ്റി ഉണ്ടാക്കി. ആ ചാരിറ്റിയിൽ ഇവനും ഉണ്ട്. ഇവൻ ആ നാട്ടുകാരനാണ്, അതുകൊണ്ട് ഇവനും പത്തനംതിട്ട അവിടെ പത്തനംതിട്ടക്കാരൻ, തിരുവല്ലക്കാരനാണ്. ഇവള് തിരുവല്ലക്കാരിയാണ്, ഇവൻ പത്തനംതിട്ടക്കാരനാണ്. UK-യിൽ ഇവള് താമസിക്കുന്ന സ്ഥലത്ത് തന്നെയായിരുന്നു ഈ ആഷ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ രാജേഷ്. അപ്പം അങ്ങനെ ചാരിറ്റി ഉണ്ടാക്കി, ചാരിറ്റി പരിചയമാണ്. അപ്പോൾ ഈ ചാരിറ്റി ശോഭനയുടെ ഒരു ഷോ അവിടെ കൊണ്ടുവന്നു. അപ്പം ചാരിറ്റിക്കാന്നു ആദ്യം പറഞ്ഞിട്ട് ഇവൻ എന്നെ വാട്സാപ്പാണോ മെസ്സഞ്ചറാണെന്ന് മറന്നുപോയി, ഈ ഒരു ഷോയുണ്ട്, അത് കൊടുക്കണോ. ഞാനപ്പോൾ അടുത്ത ചോദ്യം പാസ് വെച്ചാണോ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഒരു പരിപാടി UK-യിൽ ഏത് സ്റ്റേജ് ഷോ വന്നാലും അവിടെ ആ സമയത്ത് ബ്രിട്ടീഷ് മലയാളിയാണ് പ്രൊമോട്ട് ചെയ്ത് തുടങ്ങിയത്. ഇപ്പം ഞാൻ അതിനൊന്നും ഇൻവോൾവ് അല്ല. ഇപ്പം അന്ന് ബ്രിട്ടീഷ് മലയാളി ഞാനായിരുന്നു നേരിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, പാസ് വെച്ചാണ് നിങ്ങൾ ഷോ നടന്നതെങ്കിൽ നമുക്ക് ഫീസുണ്ട്, പ്രൊമോഷന് പരസ്യം കൊടുക്കാമെന്നാണ് ചോദിച്ചത്. നമ്മുടെ ഒരു പോളിസി എന്നാന്ന് വെച്ചാൽ സൗജന്യമായി നടത്തുന്ന എന്ത് പരിപാടിയും ഫ്രീ ആണ്. അതിവൻ കല്യാണ പരസ്യം പോലും ഫ്രീ ആണ്. കാരണം അത് നമുക്ക് ശ്രീധരൻ ലീഗലി ഇല്ലല്ലോ. ആ എല്ലാ സാധനവും ഫ്രീ ആണ്. പക്ഷേ കാശ് വെച്ചാൽ നടത്തുന്നെങ്കിൽ നമ്മളിപ്പോൾ അസോസിയേഷൻ്റെ പരിപാടികളെ, പള്ളി പരിപാടികൾ, അമ്പല പരിപാടി എല്ലാം ഫ്രീ ആണ്. അപ്പോൾ ഇതുവരെ പിടിച്ചില്ല. ഇവൻ അന്ന് മുതൽ ഈ ഇതിനെക്കുറിച്ച് ലോകത്തുള്ള CPM നേതാക്കളൊക്കെ പറയും, ഞാൻ കാശ് മേടിക്കുന്നതാണ്. ഇങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള ഭിന്നത ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇവനെക്കുറിച്ചൊരു കത്ത് വന്നു, നമ്മളെ വാർത്ത കൊടുത്തു. പിന്നെ അവിടെ എവിടെയൊക്കെ ചില ഭിന്നതയുണ്ട്. ഇത്രയുള്ള പ്രശ്നം. അതിനിടയിലാണല്ലോ ഈ സൈബർ സഖാക്കളെ ശക്തിപ്പെടുന്നത്. ഇതിനിടയിൽ പിണറായി വിജയൻ അധികാരത്തിൽ വരികയും ഇവൻ ഇവരുടെ ഒരു പ്രധാന അവതാരമായി മാറുകയും ചെയ്തു. അപ്പോൾ ആ UK-യിലുള്ള ഏത് മലയാളിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ, ഏത് നാനാഭാഗത്ത് ഒരു പ്രശ്നം ഉണ്ടായാൽ ഇവിടേക്ക് വന്നാൽ അവൻ പരിഹരിച്ചു കൊടുക്കാനുള്ള സാധ്യത. അവതാരങ്ങളെ കുറിച്ച് പറയുമ്പോഴേ ഇവരെല്ലാം ഒരു കാലത്ത് ഏറ്റവും വിമർശിക്കുന്ന കോൺഗ്രസിനെയാണ്. ഇപ്പൊ 82-ൽ K കരുണാകരന്റെ പാവം പോയ ആൻഡോ, ആരാണ് ഈ ആൻഡോ എന്ന് ചോദിച്ചോണ്ടാണ് CPM-കാരെല്ലാം അങ്ങോട്ട് ഇറങ്ങിയത്. പിച്ച ബഷീർ പിച്ച, ഇതുപോലുള്ള ആളെ കുറിച്ച് നിരന്തരമായി പ്രസംഗിക്കുകയും വിമർശിക്കുകയും കോൺഗ്രസിനെ ചീത്ത വിളിക്കുകയും ചെയ്തിരുന്ന ആളുകൾ. അന്ന് അവർ പറയാതെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആരുമില്ല, ഞങ്ങളെല്ലാം പാർട്ടി നേരിട്ട് മാത്രം ചെയ്യുന്നവരാണെന്നാണ്. ഇപ്പോ പിണറായി വിജയനോ ഗോവിന്ദൻ മാഷോ തോമസ് ഐസക്കോ ശ്രീരാമകൃഷ്ണനോ PK ബിജുവോ MB രാജേഷോ ഇവരാര് UK ചെന്നാലും ഇവനായിരുന്നു ഹോസ്റ്റ് ചെയ്തിരുന്നത്. അത് സഖാവ് എന്ന നിലയിലല്ല. അവിടെ പാർട്ടി ഘടകം വേറെയുണ്ട്. അവിടെ CPM-ന് 3 ഘടകങ്ങളുണ്ട്. ഒന്ന് AIC എന്ന് പറഞ്ഞ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വലിയ പണ്ട് മുതലുള്ള നമ്മുടെ ഹർകൃഷ്ണൻ സുർജിത്തിൻ്റെ ഫസ്റ്റ് കസിൻ്റെ മോനായിരുന്നു. ഒരു ഇതുമായിട്ട് ബന്ധമുണ്ടോ? അതിന് ബന്ധമുണ്ട്. അതെന്ന് പറഞ്ഞാൽ ആ AIC എന്ന് പറഞ്ഞ സംഘടന ഉണ്ട്. AIC പോളിറ്റ് ബ്യൂറോയുടെ കീഴിലാണ്, നേരിട്ടാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഒരു സംസ്ഥാന കമ്മിറ്റിയുടെ പവറുണ്ട് അതിന്. പക്ഷേ അതിന് കൂടെ സമീക്ഷ, കൈരളി എന്ന് പറഞ്ഞ 2 സംഘടനകളുണ്ട്. അതാണ് ഇപ്പോഴത്തെ പുതിയ തലമുറ വന്നിരിക്കുന്ന ആളുകൾ. അപ്പോൾ ഇത് ഈ സമീക്ഷയും കൈരളിയും AIC-യുടെ കീഴിൽ തന്നെയാണ്. അപ്പം AIC-യിലെ ഒരു ഹർഷദ് ബെയിൻസ് എന്ന് പറഞ്ഞൊരു കക്ഷിയാണ് അതിൻ്റെ ചുമതലക്കാരൻ, പഞ്ചാബിയാണ്. അപ്പം ഇവനും തമ്മിൽ നല്ല സെറ്റപ്പാണ്. അപ്പം ഇവനെ അങ്ങനെയാണ്. അപ്പം ആ ഒരു സ്വാധീനത്തിലാണ് അവൻ ഈ പാർട്ടിയിൽ കൂടുതൽ ബന്ധം ഉണ്ടാക്കിയത്. അപ്പോൾ ഈ നേതാക്കന്മാരെല്ലാം ഹോസ്റ്റ് ചെയ്യും, എല്ലാ ഇടപാടും ചെയ്യും, ഇടനില നിൽക്കും. ഒരുപാട് പരാതികളുണ്ട്. അപ്പോൾ എനിക്ക് നേരിട്ടറിയാവുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഖത്തറിലുള്ള
ഒരു സലിം എന്നോ മറ്റോ എന്ന് തോന്നുന്നു പേര് ഞാൻ പറഞ്ഞു, ഒരു സിനിമ ഒരുപാട് സിനിമകൾ നിർമ്മിക്കുന്ന അയാൾ ഒരു പീഡന കേസിൽ പ്രതിയായി പെട്ടു. ഈ പീഡന കേസിൽ പ്രതിയായപ്പോൾ ഇത് സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഇവൻ സാമ്പത്തിക ഇടപാട് നടത്തിയത് ഇത് സെറ്റിൽ ചെയ്യാൻ്റെ സാഹചര്യം ഉണ്ടായ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത് ഇതേ ഇങ്ങനെ ഒരു കക്ഷി വന്നിട്ട് സെറ്റിൽമെൻറ്റ് നടത്തിയിട്ടുണ്ടാണ് എന്ന് എന്നോട് പറഞ്ഞത് ഈ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്. അതുപോലെ പല മേഖലയിൽ ഇയാൾ സെറ്റിൽമെൻറ്റ് നടത്തും. പിന്നെ അപ്പോൾ ഇയാൾ എന്തൊക്കെയാണ് ചെയ്യുന്ന ആർക്കും അറിയത്തില്ല. ആ കറക്റ്റ് അവതാരം. അപ്പോൾ പിണറായി വിജയൻ വന്ന കൂടെയുണ്ട്, ഗോവിന്ദ മാഷ് വന്ന കൂടെയുണ്ട്. അങ്ങനെ വലിയൊരു സ്വാധീനമുള്ള ആളെ കൂടെ ബിസിനസ് ക്ലാസ് യാത്ര ചെയ്യുന്ന ബിസിനസ് ക്ലാസ്സിലാണ്. അവിടെയൊക്കെ ബിസിനസ് ഉണ്ടെന്ന് പറയുന്നതും ഉന്നതന്മാരുടെ നേരിട്ട് ബന്ധപ്പെടാനുള്ള അവസരമാണല്ലോ. അതേസമയം അയാൾക്ക് അവിടെ എന്തോ ഒരു ബിസിനസ്, ഈ മെയിൻ പവർ സപ്ലൈ ബിസിനസ് ഉണ്ട്. അത് അവിടെ അയാളുടേതല്ല. UK ഒരു മെയിൻ പവർ സപ്ലൈ കമ്പനി അയാൾക്ക് ഇന്ത്യയിലെ ഫ്രാഞ്ചൈസി കൊടുക്കുന്നത്. അത് അയാളുടെ ഭാര്യയുടെ അപ്പനാണ് ഈ കമ്പനിയുടെ ലീഗൽ ഓണർ. അപ്പം ഈ കമ്പനി തന്നെയാണ് ഈ ഷർഷാദിന് ഫ്രാഞ്ചൈസി കൊടുക്കുന്നത്. അങ്ങനെയാണ് ഷർഷാദും ഈ രാജേഷ് കൃഷ്ണനും തമ്മിൽ ബന്ധം ഉണ്ടാകുന്നത്. ഇത് പലർക്കും അറിയാത്ത കഥയാണ്. പിന്നെ ഈ ഷർഷാദ് ഒരു മാന്യനായ മനുഷ്യനാണ്, മാഹിക്കാരനാണ്, ചെന്നൈയിൽ സെറ്റിൽഡാണ്. അയാൾ ഈ മെയിൻ പവർ ബിസിനസ്സിലും മറ്റ് പല ബിസിനസ്സിലും ഇയാൾ നന്നായി ഇവർ പറഞ്ഞ വ്യവസായമൊന്നുമല്ല, ചെറിയൊരു ബിസിനസ്, ഒരു ചെറിയ ബിസിനസ്സുകാരനാണ്. അപ്പോൾ ഇയാളുടെ ഭാര്യ ഒരു സിനിമ താല്പര്യമുള്ള ആളായിരുന്നു. അപ്പോൾ ഇയാളാണ് അവർക്കെല്ലാം അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നതും മമ്മൂട്ടിയെ പരിചയപ്പെടുത്തുന്നതും. അങ്ങനെ മമ്മൂട്ടി പറഞ്ഞതനുസരിച്ചാണ് കൊച്ചിയിലേക്ക് താമസം മാറുന്നു. അങ്ങനെ ഒരു വലിയൊരു ചരിത്രം. എന്തായാലും പിന്നെ ഇവർ തമ്മിൽ ഭിന്നിച്ചു. അതായത് ഈ ഷർഷാദും ഭാര്യയും തമ്മിൽ ഭിന്നിച്ചു. അതിൻ്റെ ഉത്തരവാദി രാജേഷ് കൃഷ്ണയാണെന്നാണ് ഷർഷാദ് പറയുന്നത്. അപ്പം രാജേഷ് കൃഷ്ണൻ എങ്ങനെയാണ് പരിചയപ്പെട്ടത് ഞാൻ ഷർഷാദിനോട് ചോദിച്ചപ്പോൾ ഷർഷാദ് പറഞ്ഞത് ഒരിക്കൽ കുടുംബവുമായി ഇയാൾ ഡൽഹിക്ക് പോകുന്നു. അപ്പോൾ പാർലമെൻറ്റ് കാണണമെന്ന് അയാൾക്ക് ആഗ്രഹം വരുന്നു. അപ്പം നേരെ ഇയാൾക്ക് പരിചയമുള്ളത് ആരെയാണെന്ന് അറിയിച്ചാൽ ഈ സിനിമാ ബന്ധത്തിൽ ഇയാൾക്ക് കണക്ഷൻ ഉള്ളത്, ഇയാൾ കമ്മ്യൂണിസ്റ്റുകാരനായി ഷർഷാദ്, അവിടുത്തെ പാർട്ടിയുടെ നേതാവൊക്കെ ആയിരുന്നു. ഷർഷാദിന് ബന്ധമുള്ളത് ഈ ഗോവിന്ദ മാഷിന്റെ മകൻ ശ്യാംജിത്തിനെയാണ്. അയാൾ സിനിമയിലെ സഹസംവിധാനമാണ്. ഈ ശ്യാമിനെ വിളിക്കുന്നു ഷർഷാദ്. ശ്യാം പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഇപ്പം ശരിയാക്കി തരുന്നു. പിന്നെ വിളിക്കുന്ന ആരാന്നറിയോ? PK ബിജുവിൻ്റെ സെക്രട്ടറി വരുവാണ് നേരിട്ട്. വന്ന് ബിജുവിൻ്റെ പാസ് കൊടുത്ത് പാർലമെൻറ്റ് കാണിക്കുന്നു, ബിജുവിനെ കോൺടാക്ട് ചെയ്യുന്നു. അങ്ങനെ ആണ് ഈ ബന്ധം ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞ് അപ്പം തന്നെ രാജേഷ് കൃഷ്ണൻ ലണ്ടനിൽ നിന്ന് വിളിക്കുന്നു. ശ്യാംജിത്തിനെ വിളിച്ചോടെ രാജേഷ് കൃഷ്ണൻ വിളിക്കുന്നു. ഞാനാണ് രാജേഷ് കൃഷ്ണൻ, ഞാനെല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ രാജേഷ് കൃഷ്ണൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നിനക്ക് അവിടെ ബിസിനസ് ഉണ്ടെങ്കിൽ നീ ഇവിടെ ഒരു ഫ്രാഞ്ചൈസി എടുക്കുമെന്ന് പറഞ്ഞ് അയാളുടെ അവിടുത്തെ കച്ചവടത്തിന് ഫ്രാഞ്ചൈസി കൊടുത്തു. ഈ ഫ്രാഞ്ചൈസിയായി നല്ല കണക്ഷനായിരിക്കുമ്പോഴാണ് ഈ മകൾ ഈ മറ്റേ ഭാര്യയായിട്ടുള്ള പ്രശ്നം ഉണ്ടാകുന്നതും കോവിഡ് കാലത്ത് അയാൾ ഇവിടെ വന്നിട്ട് അവിടെ താമസിക്കൊണ്ടൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെ ഷർഷാദ് ചെന്നൈയിലാകുമ്പോൾ ഇയാൾക്ക് ഇവിടെ വന്ന് കൊച്ചിയിൽ വീട്ടിൽ താമസിക്കുക. അങ്ങനെയൊക്കെയാണ് ഇതിനെ അടിച്ചു പിരിഞ്ഞ് പിന്നെ അങ്ങോട്ട് ഇങ്ങനെ കമ്പനി ക്ലോസ് ചെയ്യുന്നതോ അങ്ങോട്ട് വാദങ്ങളും അത്. അപ്പോൾ ഇയാളുടെ ഭാര്യ നഷ്ടപ്പെട്ട ഖേദത്തിൽ ഇയാൾ എന്തെടുത്ത് വരുന്നു. കാരണം അപ്പോഴാണ് ഞാൻ എനിക്ക് തോന്നുന്നത് 23-ലാണെന്നോണല്ലേ അത്, ആ സംഭവത്തിന് ശേഷം. അതിനിടയിലാണല്ലോ ഇയാൾ എന്നെ തല്ലി എന്ന് പറഞ്ഞ വാർത്ത വന്നത്. അതും അവാസ്തവമാണ്. അന്ന് ഗോവിന്ദ മാഷ് ഉണ്ടായിരുന്നു. ഈ എന്നെ തല്ലി എന്ന് വാർത്ത ഉണ്ടാക്കുമ്പോൾ ഗോവിന്ദ മാഷ് അയാൾ വണ്ടിയായിട്ട് തിരിച്ചു പോകുമ്പോൾ ഞാൻ അങ്ങോട്ട് കയറുക എയർപോർട്ടിൽ കൂടെ. ഈ ഗാറ്റ്വിക് എയർപോർട്ടിൽ നിന്ന് തിരുവനന്തപുരം എയർപോർട്ടിൽ വെച്ച് നമുക്ക് ഒരു എയർപോർട്ടിലും വെച്ച് ആർക്കും ഒന്നും അതിലോട്ട് പറയാൻ പറ്റത്തില്ല. അപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊണ്ടുപോകും. നിങ്ങളിപ്പോൾ എയർപോർട്ടിൽ ചെന്നിട്ട് നമ്മൾ ബഹളം വെച്ചെന്ന് വെച്ചോളൂ. എയർപോർട്ടിൽ ചെന്ന് നമുക്ക് എന്തെങ്കിലും നീതി നിഷേധിക്കപ്പെടുന്നതിന് പേര് ബഹളം എന്ന് വെച്ചോളൂ, അപ്പം പൊക്കിക്കൊണ്ടുപോകും. യാത്ര മുടങ്ങും. ഈയിടയ്ക്ക് ഇവിടെ ഒരാൾ പരാതി കൊണ്ടുപോകും. അയാൾ പറഞ്ഞു അയാൾ ബഹളം വെച്ചു എന്നാണ് ഞാൻ പറഞ്ഞു. അയാളെ കസ്റ്റംസ് എന്താ പരിശോധിച്ചപ്പോൾ ഭാരം കൂടുതലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രതികരിച്ചു എന്ന് അയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത് തെറ്റാണ്, നമുക്കത് ബുദ്ധിമുട്ടാണ്. കാരണം ഇമ്മീഡിയറ്റ് കേസ് എടുത്തു ഞങ്ങളെ പേരിൽ. അല്ല, അങ്ങനെയാണ്. അത് എയർപോർട്ട് സുരക്ഷയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞത് ഇത് ഇവിടെയൊക്കെ ഇത്രയും ഭേദമാണ്. ഇവിടെയൊക്കെ കുറച്ചുകൂടെങ്കിലും പറ്റും. കുറച്ചൊക്കെ ഈ സ്വാധീനമുള്ളവരാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇവിടുത്തെ ഒരു സുവിശേഷ പ്രസംഗം ഒരു ജോൺ തരൂ അങ്ങനെ കണ്ട കക്ഷിയില്ല ഇവിടെ, ഒരു വെള്ളപ്പാട്ടൊക്കെയുള്ള കക്ഷി. ആ പുള്ളി വലിയ സുവിശേഷം പറഞ്ഞ് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ പുള്ളി ഒരിക്കൽ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ ഇയാളുടെ ബാഗ് പരിശോധിച്ചത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഉടനെ ഇയാളത് ബാഗ് തൊഴിച്ച് എറിഞ്ഞു കളഞ്ഞു ദേഷ്യം കൊണ്ട്. അവിടെ വർക്ക് ചെയ്തൊരു ഓഫീസറാണ് പറഞ്ഞത്. ഇത് തന്നെയാണ് മന്ത്രി വീണ ജോർജിനെ പറ്റിയെന്ന് അപ്പം ഇത്തരത്തിൽ അഹങ്കാരം കാണിച്ചാൽ ഇവരെ ഒന്നും പക്ഷെ നടപടി എടുത്തില്ല. പക്ഷെ നടപടി എടുക്കും വകുപ്പുണ്ട്. അത്ര കർശനമാണ്. വിമാന സുരക്ഷയുടെ പ്രശ്നം ജയിലിൽ അടയ്ക്കാം, വലിയ പാടാണ്. കലാപമണിക്കൂതാണ് സംഭവിച്ചത് എയർപോർട്ട് നെടുമ്പാശ്ശേരിയിൽ. ഈവൻ മദ്യപിച്ച് ബഹളം വെക്കുന്നവരുണ്ടല്ലോ ഈ വിമാനത്തിലൊക്കെ പോയിട്ട്. വിമാനം ചെയ്ത് ലാൻഡ് ചെയ്യുമ്പം അവിടെ റെഡിയായിട്ട് പോലീസ് നിൽക്കും. എത്രയോ പേര് ലണ്ടനിലും വിദേശ രാജ്യങ്ങൾ അപ്പോഴേ പിടിച്ചുകൊണ്ട് പോകും.
ഈ വിമാനത്തിലെ ഈ ക്യാപ്റ്റന് ഭയങ്കര അധികാരമാണ്. അപ്പം ഇത്തരമൊരു സാഹചര്യം ഉണ്ടായിരിക്കുമേ വിമാനത്താവളത്തിൽ വെച്ചിട്ട് എന്നെ തല്ലി. അതെന്താ സംഭവിച്ചത്? ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അയാൾ അങ്ങോട്ട് പോകുന്നു. ഏഷ്യാനെറ്റിലെ ശ്രീകുമാർ എന്ന് പറഞ്ഞു, രണ്ടുപേരുടെ പോകുന്നത്. ഏഷ്യാനെറ്റ് ശ്രീകുമാർ അവിടുത്തെ ഒരു പ്രമുഖനാണ്, അവിടുത്തെ ഏഷ്യാനെറ്റിൻ്റെ ആളയാളാണ്. രണ്ടുപേരും പോകുന്നു. ഈ ശ്രീകുമാർ എനിക്ക് പരിചയമുള്ളവർ ഞാനും ചിരിച്ചു കാണിച്ചു. അപ്പോഴാണ് ഞാൻ ഇവനെ ആദ്യമായിട്ട് കാണുന്നത്. ഇവനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, അല്ലാതെ ഫോൺ വഴി ഇതുവരെയുള്ള ബന്ധം അത്രേ ഉള്ളൂ. വല്ലപ്പോഴും ചാറ്റ് ഇട്ടില്ല, അല്ലാതെ ഞാൻ അവനെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അവൻ അങ്ങ് പോയി, പിന്നാലെ അവൻ വന്നു, ഞാൻ കണ്ടില്ല. വന്നിട്ട് തെറി കേട്ടിട്ട് ഞാൻ വൈകിയ വന്നത്. M25 എന്ന് പറഞ്ഞ് ലണ്ടനിലൊരു മോട്ടോർ വേ ഉണ്ട്, റൗണ്ടാ എന്ന് പറഞ്ഞാൽ റിംഗ് റോഡാണ്. ഇതെപ്പോഴും ട്രാഫിക് ആയിരിക്കും. നമ്മൾ 2.5 മണിക്കൂറെങ്കിലും മുമ്പ് ഏർപ്പാട് ചെല്ലണം. ഞാൻ അവിടെ 1 മണിക്കൂറേ ഉള്ളൂ. ആ സമയത്ത് ഓടി പോകുമ്പോഴാണ് എന്തോ ആരോ തെറി വിളിക്കുന്നത് ഞാൻ തിരിഞ്ഞു നോക്കുക വിവരം. അപ്പം ഞാൻ ചാടി ഈ ഫോണെ പിടിച്ചപ്പോഴത്തേക്ക് ഇവൻ ഓടി. അതാണ് ഞാൻ ചാടി പിടിച്ചു, പെട്ടെന്ന് പിടിച്ച് തിരിച്ച് ഓടി. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ അവനത് പബ്ലിസിറ്റി ആയി, അവനതോടെ ഹീറോയായി. കാരണം ഇവിടെ എന്നോടുള്ള അതിഭയങ്കരമായ വിരോധം ഉണ്ടല്ലോ ഇവിടെ ഒരു CPM സർക്കിളിൽ. സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഒരു അഭിനന്ദിച്ചുകൊണ്ടൊക്കെ കേട്ടിരുന്നു അയാളെ. ഗംഭീര സംഭവം, അത് നല്ലതാണ്, ഉചിതമായി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സാംസ്കാരിക നായരുണ്ടായിരുന്നു. അവർക്കെല്ലാം മറുനാടനോട് ഒരു വല്ലാത്ത വിദ്വേഷം ഉണ്ടല്ലോ. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാകാം ഇയാൾ എൻ്റെ അടുത്ത് വന്നു. ഈ ഇൻ്റർവ്യൂ നിർഭാഗ്യവശാൽ അന്ന് വിവാദമായത്, ഇത് ഇപ്പം പുറത്തു വന്നിരിക്കുന്ന എല്ലാ വിവരങ്ങളും ആ ഇൻ്റർവ്യൂ വന്ന 3 മണിക്കൂർ 1 മണിക്കൂർ വീതമുള്ള 3 എപ്പിസോഡായിട്ടാണ് ഇൻ്റർവ്യൂ കൊടുത്തത്. സത്യം പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡെഡിക്കേഷൻ കാരണം കൊടുത്താണ്. എനിക്ക് കൊടുക്കാൻ മടിയായിരുന്നു. ഞാൻ ഇദ്ദേഹം നിരന്തരം ഈ ഓഫീസിൽ വന്നും സംസാരിച്ചും പ്രഷർ ചെയ്തും, അതുകൊണ്ട് ഞാൻ അധികമായിട്ട് ചോദ്യം ചോദിച്ചിട്ട് ഇയാൾ പറഞ്ഞത് കൊടുക്കുക മാത്രമേ ചെയ്തു. 3 മണിക്കൂറിലധികം ഉണ്ടായിരുന്നു ഈ ഇൻ്റർവ്യൂ. ഇതിൻ്റെ അകത്ത് ഇയാൾ ഈ CPM-ലെ അവിഹിത ബന്ധങ്ങളെ, മാഫിയ കണക്ഷൻസ്, ഈ പറഞ്ഞ ഗോവിന്ദ മാഷിന്റെ മകൻ്റെ പരിപാടികൾ, കോടിയേരി സഹായിക്കാൻ ശ്രമിച്ചത്, MB രാജേഷിനോട് ബന്ധങ്ങൾ, PK ബിജുവായിട്ടുള്ള കണക്ഷൻ, ശ്രീരാമകൃഷ്ണൻ അവിടെ കൊണ്ടുപോയി. ശ്രീരാമകൃഷ്ണൻ അത്യാവശ്യം ചുറ്റിക്കളിയുടെ ആളാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പം ഈ കഥകളെല്ലാം ഇദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ അത് വിവാദമായത് അതിൻ്റെ പേരിലല്ല. മമ്മൂട്ടി മതാധിഷ്ഠിത, അതായത് ഒരു മത താല്പര്യത്തോടുകൂടി സിനിമ എടുക്കുന്ന തരത്തിലാണ് വിവാദമായത്. അതാണ് ആ സംഘപരിവാറുകാർ ആ ഭാഗം എടുത്തിട്ട് വലിയ ആഘോഷം. അന്ന് ആ വിവാദത്തിൽ അതങ്ങ് മുങ്ങിപ്പോയി. അതേ സംഭവം ഇപ്പോൾ വാർത്തയായി. അവിടെയാണ് എന്താണ് ഈ രഹസ്യരേഖ എന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ CPM പറഞ്ഞത് ശരി, അത് രഹസ്യരേഖയൊന്നുമല്ല. CPM-ൻ്റെ ഒരു രഹസ്യരേഖയല്ല അത്. പാർട്ടിക്ക് കൊടുത്തൊരു പരാതിയല്ലേ? അല്ല, പാർട്ടിക്ക് ഒരു പരാതി മാത്രമല്ല. ഈ പരാതി അയാൾ ഫേസ്ബുക്കിൽ ഇട്ടതാണ്. അത് തന്നെ ഈ പരാതി നമ്മൾ വാർത്തയാക്കിയിട്ടുള്ളതാണ് നേരത്തെ. ഇതിനകത്ത് രഹസ്യമൊന്നുമില്ല. ആ കാര്യത്തിൽ മാത്രം CPM പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇപ്പോൾ ഇത് ചർച്ചയാവുന്നതിന് പിന്നിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, രാജേഷ് കൃഷ്ണ പാർട്ടിക്കൊരു പണി കൊടുത്തതാണ്. രാജേഷ് കൃഷ്ണയ്ക്ക് ഭയങ്കരമായ സ്വാധീനം മധുര പാർട്ടി കോൺഗ്രസ് അത് ഇപ്പോഴും CPM-ൽ സ്വാധീനം ഉണ്ടായേക്കും. കാരണം പാർട്ടി സെക്രട്ടറിയുടെ മകനുമായിട്ടുള്ള ബന്ധം കൊണ്ട്, ഈ തോമസ് ഐസക്കുമായിട്ടുള്ള ബന്ധം കൊണ്ട്, PK ബിജു സെക്രട്ടേറിയറ്റ് ഈ പറയുന്ന ബന്ധങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. അപ്പം ഇയാളെ ചാടിച്ചു വിട്ടതിനെതിരെ അവിടെയുള്ള പല സംഘടനകളും ഈ CPM ഔദ്യോഗിക CPM ഒക്കെ പാർട്ടിക്ക് നിരന്തരം കത്ത്. എന്നോടൊരു ഉയർന്ന പാർട്ടി നേതാവ് പറഞ്ഞാണ്, ഈ രാജേഷ് കൃഷ്ണയ്ക്ക് വേണ്ടിയിട്ടൊരു 100,000 കത്തുകൾ വരുന്നു, അയാൾക്കെതിരെയുള്ള 10 പേരോട് കത്ത് അയക്കാൻ പറയുമെന്ന് എന്നോടൊരു പാർട്ടി നേതാവ് പറഞ്ഞാണ്. അയാൾക്കെതിരെ ഒരുപാട് പേരുണ്ട്, പക്ഷെ അവരാരും കത്തയക്കുന്നില്ല. എന്നോട് ഒരു മുതിർന്ന പാർട്ടി നേതാവ് പറഞ്ഞാണ്, ഒരു രക്ഷയില്ല നിങ്ങൾ. അപ്പം അങ്ങനെ പ്രഷറുണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഈ പാർട്ടി കോൺഗ്രസിൽ നിന്ന് അയാളെ പുറത്താക്കിയതിനെക്കുറിച്ച് വാർത്ത കൊടുത്ത പത്രങ്ങൾക്കെല്ലാം എതിരെ ഒരു കേസ് കൊടുത്തു. ഡൽഹി ഹൈക്കോടതി കേസ് കൊടുത്തത്. അത് വളരെ വിചിത്രമാണ്. കേസ് നടത്തുന്ന വക്കീലാരെന്നറിയോ? ന്യൂനപക്ഷ മോർച്ചയുടെ ദേശീയ നേതാവ്, BJP-യുടെ. അതാണ് ഏറ്റവും വിചിത്രമായ സംഗതി. അപ്പോൾ ഈ കേസ് ഡൽഹി കൊടുക്കുന്നപ്പം ഞാൻ പറഞ്ഞു, എനിക്കെതിരെ ഒരു കേസ് ഡൽഹിയിലാണ് വന്നത്. അതെ, ഓർമ്മയുണ്ടത്. ഒന്നിലധികം കേസുകൾ ഡൽഹി ഹൈക്കോടതി. എന്തുകൊണ്ടാണ് ഡൽഹി ഹൈക്കോടതി ഇങ്ങനെ കേസെടുക്കുന്നത് എനിക്കറിയത്തില്ല. ഇവർ കേസ് കൊടുക്കുന്നത് നമ്മളെ മെനക്കെടുത്തിക്കാൻ വേണ്ടി കൂടെ ആയിരിക്കും. നമ്മളെ മെനക്കെടുത്ത്. എനിക്ക് നമ്മുടെ 24 ന്യൂസിലെ ഒരു റിപ്പോർട്ടർ രാധാകൃഷ്ണൻ, എൻ്റെ പഴയ സഹപ്രവർത്തകനായിരുന്നു. അയാൾ തലങ്ങനെ വിലങ്ങനെയും അവിടെ എനിക്കെതിരെ കേസ് കൊടുക്കുമായിരുന്നു. നമ്മൾ ഇതിനെല്ലാം പുറകെ പോകണം. അപ്പം ഈ ഇതിൻ്റെ തുടർച്ചയാണോ എന്നറിയില്ല. എന്തായാലും ഇവൻ ഡൽഹി ഹൈക്കോടതി കേസ് കൊടുത്തു. എന്നെ അത്ഭുതപ്പെടുത്തിയതൊന്നുമല്ല, നമ്മൾ അതിനകത്ത് പ്രതികളല്ല. സാധാരണ ഇതിൽ നമ്മളാണ് ആദ്യം പ്രതി ചേർക്കുന്നത്. നമ്മൾ എന്തുകൊണ്ട് അതിനകത്ത് എന്തെങ്കിലും ഗൂഢാലോചന കാണും എന്നാന്ന് എനിക്കറിയത്തില്ല. എന്തെങ്കിലും ഗൂഢാലോചന ഇല്ലാതെ അയാളെ നമ്മളെ പ്രതിയാക്കാതിരിക്കത്തില്ല. മനോരമ, മാതൃഭൂമി, ഏഷ്യാനെറ്റ്, പിന്നെ ഏതൊരു പാവപ്പെട്ട ഓൺലൈൻകാരനുണ്ട്, അവൻ എന്നെ വിളിക്കും, കണ്ണൂരും കണ്ടുള്ള എന്നെ ചെയ്യേണ്ടത് ചോദിച്ചാൽ എന്നെ വിളിക്കാറുണ്ടാവും. ഇവരൊക്കെ പ്രതികളാണ്. വളരെ വിചിത്രം. എന്തെങ്കിലും ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടായിരിക്കും നമ്മളെ പ്രതി ചേർക്കാത്തത്. എന്തായാലും കേസ് വന്നു.
ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പം നോട്ടീസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു, 2 പ്രാവശ്യം വന്നു, ആരും അപ്പിയർ ചെയ്തിട്ടില്ല. ഗൂഗിളും ഫേസ്ബുക്കും ഒക്കെ പ്രതികളാണ്. ഈ കേസിൻ്റെ അകത്താണ് ഈ ഷർഷാദ് പോളിറ്റ് ബ്യൂറോയ്ക്ക് അയച്ച ആ കത്ത് അറ്റാച്ച്, വലിയ കത്താണ്, 22 പേജുള്ള കത്ത്. ആ 22 പേജുള്ള കത്താണ് ഇവൻ അറ്റാച്ച് ചെയ്തത്. അത് എന്തിനു വേണ്ടി എന്ന് ആർക്കും അറിയത്തില്ല. അവിടെയാണ് ഇത് ഈ ഗൂഢാലോചന. അതായത് ഈ കത്തിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന മുഴുവൻ CPM നേതാക്കൾ ഇവരും തമ്മിലുള്ള അവിഹിത ബന്ധവും സാമ്പത്തിക ഇടപാടുകളും, മറ്റേ CPM നേതാക്കൾ ലണ്ടനിൽ പോയി താമസിക്കുന്നതും, ഇവർ ബിനാമി ഇടപാട് നടത്തുന്നതും, അവരവിടുന്ന് ഒരു കമ്പനിയിൽ നിന്ന് ഇവിടേക്ക് കമ്പനി കൊണ്ടുവന്ന്, മാത്രമല്ല കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ സെക്യൂരിറ്റിക്കാരുടെ സമരം നടത്തിയിരുന്നു. അവിടുത്തെ CPM-കാരെ ജീവനക്കാരെ പിരിച്ചുവിട്ടിട്ട് ഇയാളുടെ സെക്യൂരിറ്റി ഏജൻസി, ഇയാളുടെ അതെല്ലാം ഈ ഇടപാടുകൾ ബിനാമിയാണ്. കാരണം അമ്മായിപ്പൻ്റെ പേരിലാണ് കമ്പനി നിൽക്കുന്നത്. ഈ കമ്പനിക്ക് നിയമപരമായ സാധ്യതയില്ല എന്നാണ് ഷർഷാദ് പറയുന്നത്. അതായത് ഇയാളുടെ സാമ്പത്തിക ഇടപാടുകൾ വിദേശത്തു നിന്നും ഈ കമ്പനിയോട് തുടങ്ങാൻ വേണ്ടി കൊണ്ടുവന്ന സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹമാണ് എന്ന് പറഞ്ഞ് കൊടുത്ത പരാതിയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങൾക്കും കത്തയച്ചു, അനുമതി കൊടുക്കരുത്. തമിഴ്നാട് അതിന് അനുമതി പിൻവലിച്ചു. ഈ ഷർഷാദ് അതിൻ്റെ അനുമതി റദ്ദാക്കി. പക്ഷേ കേരളത്തിൽ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഇടപാടുകളും സാമ്പത്തിക ഇടപാടുകളും എല്ലാം ഇതിനകത്തുണ്ട്. ഈ കത്ത് ഇപ്പോൾ ഇയാൾ മനഃപൂർവ്വം ഈ കേസിലെ ഒരു ഫയലായിട്ട് അറ്റാച്ച് ചെയ്തു. ഒരു ഗുണവും ആ കേസിലേക്ക് കിട്ടാൻ പോകുന്നില്ല. പാർട്ടിയെ നാറ്റിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും. പാർട്ടിയെ നാറ്റിക്കുക, അവരെ പേടിപ്പിക്കുന്ന ലക്ഷ്യത്തിൽ കൊടുത്താണ്. അത് മാതൃഭൂമി എടുത്ത് വാർത്തയാക്കുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തി. ഈ കത്തും ഈ പരാതിയും ഒക്കെ കഴിഞ്ഞ എത്രയോ ദിവസങ്ങളെ എൻ്റെ ഇരിപ്പുണ്ട്. കാരണം എനിക്ക് തന്ന ഇവരെല്ലാം ഈ അപ്പം ഇതിപ്പോൾ പെട്ടെന്ന് ആ കത്ത് ചർച്ചയാവുന്നു, വിവാദമാവുന്നു, വിഷയമാവുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് 2-3 ദിവസം ഈ വിവാദം ഇങ്ങനെ നീണ്ടു നിൽക്കുന്നു. ഇത് രഹസ്യരേഖയൊന്നുമല്ല, ഇതൊരു നോർമൽ രേഖ. ഫേസ്ബുക്കിൽ എല്ലാവരും കണ്ടതായിരിക്കും, എല്ലാവരും ഇട്ടതാണ്. പക്ഷേ CPM-ലെ അഴിമതിയെക്കുറിച്ച് എണ്ണി പറയുകയും ഈ നേതാക്കന്മാരൊക്കെ ഇതിൻ്റെ അകത്ത് എന്നോട് ഷർഷാദ് പറഞ്ഞ വേറെ കഥയുണ്ട്. ഈ മലബാറിലുള്ള ഒരു മുസ്ലിം പ്രമാണി എന്നോട് പേര് പറഞ്ഞിട്ടുണ്ട്, ഞാനത് പറയാൻ പാടില്ല. ഈ പ്രമാണിക്ക് ഒരു അവിഹിതത്തിലൊരു കുഞ്ഞുണ്ടായി. അപ്പോൾ ഇത് കേസായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് മറച്ചു വയ്ക്കാൻ വേണ്ടി, കേസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവൻ്റെ ഇടനിലയിൽ, ഈ ഗോവിന്ദമാഷിൻ്റെ മകനും ഇവരുടെ ഇടനിലയിൽ ഈ കേസ് കാശ് കൊടുത്ത് ഇടപാടുമായി. അവസാനം നടന്നില്ല. ഇയാൾ പ്രതിയാവുകയും ജയിലിലാവുകയും വീട്ടിലറിയുകയും ചെയ്യും. വീട്ടിലറിയാതിരിക്കാനാണല്ലോ ശ്രമിക്കുന്നത്. അപ്പോൾ ഇയാൾ കൊടുത്ത കാശ് തിരിച്ച് ചോദിച്ചപ്പോൾ ഇയാളുടെ പ്രതിനിധിയായിട്ട് പോയത് ഷർഷാദായിരുന്നു. അപ്പം ഈ സാമ്പത്തിക ഇടപാടുകൾ എല്ലാം നടത്തിയ കഥ ഇയാൾ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. ഈ കത്തിനകത്ത് ഈ കത്ത് ഇങ്ങനെ പുറത്തേക്ക് വരുന്നു. ഇപ്പോൾ ഈ കത്ത് ഇങ്ങോട്ട് വിവാദമാകാൻ കാരണം എന്താണ്? കാരണം ഇത് നേരത്തെ ഉള്ളതായിരുന്നു. നമ്മൾ ഇതേക്കുറിച്ച് ഇയാളുടെ ഷർഷാദിൻ്റെ ഇൻ്റർവ്യൂ 1 മണിക്കൂർ നീണ്ട ഇൻ്റർവ്യൂ പലതവണ 3 എപ്പിസോഡ് കൊടുത്താണ്. പക്ഷേ ഇപ്പോൾ ഇതിങ്ങനെ വിവാദമാകാൻ കാരണം എന്താണ്? ഒന്ന്, ഇവൻ പാർട്ടിയെ നാറ്റിക്കാൻ ആഗ്രഹിച്ചാണ്. ഒരുപക്ഷെ ഇവൻ തന്നെ ആയിരിക്കാം ഇവൻ അത്യാവശ്യം പാർട്ടി മാധ്യമങ്ങളുമായിട്ട് ബന്ധമുണ്ട്. പണ്ട് ഇവൻ ഈ വിവാദമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഇവനോട് വരുമ്പോൾ ഇവിടുത്തെ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ പഠിച്ചതാണ്. അങ്ങനെയുണ്ടോ? അങ്ങനെ ഒരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ ഇവിടുത്തെ പത്രക്കാർ കുറച്ച് പേരുണ്ട് അവൻ്റെ പോക്കറ്റിൽ. അപ്പോൾ ഈ ആദ്യ കാലത്ത് പത്രക്കാർക്ക് എന്നോട് വലിയ വിരോധമായിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്കറിയില്ല. നിങ്ങളൊക്കെ യൂണിയനുള്ളപ്പം എന്നോട് വലിയ വിരോധമായിരുന്നു. തുടക്കകാലത്ത് നമ്മൾ പ്രസ് ക്ലബിൻ്റെ വാർത്തയെ വിമർശനം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രസ് ക്ലബ്ബിൽ കള്ളുകുടിക്കാൻ വരികയും ഈ കള്ളുകുടി സംഘത്തിലിരുന്നുകൊണ്ട് എന്നെ പൂട്ടിക്കുന്നതിൻ്റെ കഥ വീമ്പിളക്കുകയും ചെയ്യുന്നത് എനിക്കറിയാം. പണ്ടത്തെ കഥ, 10-15 കൊല്ലം മുമ്പത്തെ കഥയാണ് പറയുന്നത്. പത്രക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നോട്. അപ്പം ഒരുപക്ഷെ ഇവൻ മാതൃഭൂമിയോട് ഇവൻ തന്നെ ആവാം ഈ വിവാദം ഉണ്ടാക്കിയത്. എന്നോട് ഇന്ന് ഇവൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, വളരെ അടുത്ത സുഹൃത്താണ്, എന്നോട് പറഞ്ഞ്, ചേട്ടൻ നിങ്ങളൊന്നും വിചാരിക്കുന്ന മാതിരിയൊന്നും അല്ല, അവൻ ഇത് എൻജോയ് ചെയ്യുവാണ്. കാരണം അവനെക്കുറിച്ച് 2-3 ദിവസമായിട്ട് കേരളത്തിലെ പത്രങ്ങൾ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു. അവൻ പ്രോപ്പർ ബിസിനസ് അല്ലോ ചെയ്യുന്നത്. അവൻ ചെയ്യുന്ന ഇടപാടുകൾക്ക് ഇത് നല്ലതാണ്. സ്പെസിഫിക് ആണ്, എന്തൊക്കെ ആവശ്യം സമീപിക്കാം. അപ്പോൾ ആളുകൾ തോന്നി ഇവർ ഇത്രയും വലിയ പുള്ളിയാണോ, ഈ വല്ലാതെ ഊരാ കൊടുക്കി ചെന്ന് കിടക്കുന്നവരൊക്കെ അവർക്ക് എന്നാൽ ഇവൻ്റെ അടുത്ത് പോയാൽ മതി. അതുകൊണ്ട് അവനിത് ലാഭമാണെന്നാണ്. ഈ കൊച്ചിയിലുള്ള കേസ് തീർക്കാൻ വേണ്ടി വേറെ ജഡ്ജിമാരെ സ്വാധീനിക്കാന്ന് പറഞ്ഞ് അത് ഹൈ ഉണ്ടാണ്, ദല്ലാൾ ഹൈ ഉണ്ടാണ്. അപ്പം എനിക്കറിയാം, നമ്മുടെ സേവി മനോമാത്യു ഉണ്ടല്ലോ, അറിയാം. സേവി മനോമാത്യുവിൻ്റെ സത്യം അയാളൊരു പാവത്താണ്, നല്ല മനുഷ്യനാണ്. അപ്പം മെർക്കിസിന് ഭൂമി ഇടപാടിലാണ് ഈ സമയത്ത് നിരന്തരം ഇയാളെ കുറിച്ച് വാർത്തയാണ്. അപ്പം ആ കാലത്ത് സേവി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ദാത രീതിയിലാണ് പത്രങ്ങളിലെ വാർത്ത വരുന്നത്. അപ്പം പല ആളുകളും സേവി വിളിക്കും, ഒന്ന് വിളിച്ച് അവരോട് സംസാരിക്കുക. അവരോർക്കുന്നത് ഈ സേവി ഓർക്കുന്നത് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് ഒന്ന് സഹായിക്കാത്തത്. പക്ഷേ ഇവരുദ്ദേശിക്കുന്ന ഒരു ദാദാ ഫീലുണ്ടല്ലോ. അപ്പോൾ സേവി വിളിച്ച് പറയുമ്പോഴത്തേക്കും കാര്യങ്ങൾ നടക്കുമെന്ന് ഓർത്തുകൊണ്ട് സേവി ആരും വിളിച്ച് എന്തോ അത് കൊടുക്കും, മറ്റുമാർ അപ്പം തന്നെ സെറ്റിൽ ചെയ്യും. സേവിയാണോ പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇയാളൊരു പാവത്താരത്തുള്ള കാര്യം
ഇയാളത് അറിയാതെ ചെയ്യുന്ന കാര്യം ആളുകൾ അറിയത്തില്ല. അപ്പോൾ ഇവൻ ഇതേപോലെ തന്നെ ഈ വിവാദത്തിലൂടെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ വേറെ തരത്തിൽ ഗുണം ചെയ്യുമല്ലോ. നേട്ടം ഉണ്ടാക്കണം. മാത്രമല്ല ഇന്ന് പോളിറ്റ് ബ്യൂറോ നടക്കാൻ ഡൽഹിയിൽ, ഇവരൊക്കെ ഡൽഹിയിലുണ്ട്. അപ്പോൾ അതാ ഈ ദിവസം വളരെ പ്രധാനപ്പെട്ടാണ് ഈ വാർത്ത വന്നത്. പിന്നെ ഇത് വാർത്തയാൻ മറ്റൊരു കാരണം കൊണ്ടുണ്ട്. ഇവൻ പരാതി കൊടുത്ത, ഇവൻ ആദ്യമൊക്കെ ഇവൻ കളിച്ചുകൊണ്ട്, പക്ഷേ ഇവൻ പരാതി കൊടുത്ത ആർക്കില്ല, മനോരമ, മാതൃഭൂമി, ഏഷ്യാനെറ്റ് ഇവർക്കെല്ലാം പരാതി കൊടുത്തു. അപ്പോൾ ഇവനൊരു പണി കൊടുക്കണം എന്നിവർക്കും തോന്നാം. അതെ, സ്വാഭാവികം. അതുകൊണ്ട് ഈ വാർത്ത ആദ്യം ഉണ്ടോന്ന് മാതൃഭൂമിയില്ല, പെട്ടെന്ന് ഇതിങ്ങനെ പത്രത്തിലെ വലിയ വാർത്ത ആയിരുന്നല്ലോ, മിനിഞ്ഞാന്നാണ് വരുന്നത് തോന്നുന്നു. പെട്ടെന്ന് ഇത് കത്തിപ്പടർന്ന് എല്ലാവരും ഏറ്റെടുത്ത് ഇപ്പോൾ മനോരമയിലൊക്കെ ഫുൾ വാർത്തയാണ്. ഇന്ന് മാതൃഭൂമിയുടെ മെയിൻ സ്റ്റോറിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു കൊല്ലം മുമ്പ് കൈകാര്യം ചെയ്തൊരു വാർത്ത, 1.5 കൊല്ലം മുമ്പ് കൈകാര്യം ചെയ്ത വാർത്ത ഇന്ന് ചർച്ചയാവുന്നു. അന്ന് വാസ്തവത്തിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നത് CPM-ന്റെ ഈ പാർട്ടി സെക്രട്ടറിയുടെ മകൻ്റെ സാമ്പത്തിക ഇടപാടുകൾ ചർച്ചയാവാനാണ്. പക്ഷെ ആയില്ല. അന്നും അനാവശ്യമായി മമ്മൂട്ടിയിനകത്ത് വലിച്ചഴിച്ചിട്ട് ആ ചർച്ച അങ്ങനെ എല്ലാം ഡൈവേർട്ട് ചെയ്ത് പോകാന്നുള്ളതാണ് സംഭവിക്കുന്നത്. എന്തായാലും ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം. ഇത് രഹസ്യരേഖയാണെന്നുള്ളതും ഇതിൻ്റെ പശ്ചാത്തലവും ഒക്കെ ഇതിൻ്റെയാണ്. പിന്നെ ഇത് വ്യവസായി, കേരളത്തിലെ പത്രങ്ങളെല്ലാം ചെന്നൈയിലെ വ്യവസായി, ലണ്ടനിലെ വ്യവസായി, രണ്ടുപേർക്കും വ്യവസായമില്ല. ചെന്നൈയിലെ ഷർഷാ എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു ചെറിയ കച്ചവടക്കാരൻ ഇപ്പം ഇവനുമായിട്ട് നടത്തി ബിസിനസ് നടന്ന് വലിയ സാമ്പത്തിക പ്രശ്നത്തിലൊക്കെ ആയി കേസ് നടക്കുവാണ്. ചെറിയ തോതിൽ ബിസിനസ് നടത്തി പോകുന്നു. ഇവന് എന്താണ് ഇവന് വ്യവസായം എന്ന് പറഞ്ഞാൽ ആളുകൾ പറയുന്നത് ഈ ലോബിയിങ് ആണ്, സാമ്പത്തിക ഇടപാടാണ് വ്യവസായം എന്നാണ് പറഞ്ഞത്. ഇവനൊരു ഒരു ഒരു സെക്യൂരിറ്റി ഒരു സെക്യൂരിറ്റി അങ്ങനെ കാണുന്നൊരു കമ്പനിയുടെ ഒരു എന്താ ഇടപാടുണ്ട്. പക്ഷെ അതിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ ED എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്നാണ്. ഇപ്പം ED അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ഷർഷാദ് ഹൈക്കോടതി കേസ് കൊടുത്തിട്ട് 2 വർഷം 2 പക്ഷേ കോടതി ഇതുവരെ ആ കേസിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല. മാത്രമല്ല കേന്ദ്ര സർക്കാർ അന്വേഷിക്കേണ്ടതാണല്ലോ, ഇത്രയും വലിയ ഗുരുതര ആരോപണം അവർ വല്ലതും ചെയ്യൂ ഇത്രയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എന്നാലും ഈ CPM-ന്റെ ബിനാമി ഇടപാടുന്നില്ല ഇപ്പോൾ ഇത് ചർച്ചയാവുന്നത് ഒരുപക്ഷെ ചെയ്തെന്ന് വരുമായിരിക്കും. പോളിറ്റ് ബ്യൂറോ നടക്കുകയാണല്ലോ. അതെ, അല്ല അതുകൊണ്ട് ഇവിടുന്ന് അന്വേഷിക്കത്തില്ല, കേന്ദ്രം തന്നെ അന്വേഷിച്ചാലായി. എന്തായാലും പ്രതിപക്ഷ നേതാവ് ഈ വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞു. എന്തായാലും ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം. ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം. പിന്നെ ഒരു കാര്യമുള്ളത് ഇത്രേ ഉള്ളൂ, ഈ മറുനാടൻ സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്നതുകൊണ്ട് മറുനാടനെ ചൊറിയാനും അവമാനിക്കാനും നുണ പറയാനും ശ്രമിക്കുന്നവരൊക്കെ എന്നെങ്കിലും വീണ ഒരു രക്തസാക്ഷി പരിവേഷം നമ്മളെപ്പോഴും കാണാറുണ്ട്. അതിപ്പം അൻവർ ആണെങ്കിലും അജിത് കുമാർ ആണെങ്കിലും ഈ പണ്ടൊക്കെ പിന്നെ ഇപ്പൊ ഉടനെ നമ്മൾ പഴയ ചൊല്ലുണ്ട്. പണ്ടൊരു ലെക്സൺ, ഞാൻ ആദ്യത്തെ മറുനാടൻ്റെ ശത്രു എന്ന് ലെക്സണാണ്. ഈ ലണ്ടൻ മലയാളിയായിരുന്നു, തട്ടിപ്പ് നടത്തി. നമ്മൾ തട്ടിപ്പിനെ കുറിച്ച് അവൻ മറുനാടനെ തീർക്കും പറഞ്ഞ് വാശിക്ക് 10-14 കൊല്ലം നടന്നാണ്. അടുത്ത കാലത്ത് അവൻ വീണ്ടും അനേകം പേരെ പറ്റിച്ചവർ ജയിലിലായി. അപ്പോൾ ഈ മറുനാടൻ ഇപ്പം ഈ മറുനാടനെ പൂട്ടും എന്ന് പറഞ്ഞ് നടക്കുന്നവരൊക്കെ പൂട്ടപ്പെടുന്നുണ്ട്. കാരണം അടിസ്ഥാനപരമായി നമ്മൾ വെളിയിൽ കൊണ്ടുവരുന്നതൊക്കെ സത്യങ്ങളാണ്. നമ്മൾ അപമാനിക്കാൻ ശ്രമിക്കുന്ന തട്ടിപ്പുകാരെയാണ്. അവരൊക്കെ അകത്താവുന്ന കാലമാണ്. അതിൻ്റെ അവസാനത്തെ ഒരു ഘട്ടമാണ് ഈ വൻ വീഴ്ച, രാജേഷ് കൃഷ്ണൻ്റെ വീഴ്ച. അതിനപ്പുറത്തേക്ക് ഈ എത്രമാത്രം ഇത്രയും പ്രാധാന്യം എങ്ങനെ കിട്ടിയെന്ന് എനിക്കിതൊരു പിടിയിട്ടിട്ടില്ല. ഈ ഇത്രയും വലിയ പ്രാധാന്യം ഞാനിതിന് കാണുന്നില്ല. ഈ വാർത്ത തുടങ്ങിയപ്പോൾ പിന്നെ എല്ലാവരും കൂടെ ആഘോഷമാണ്. വാർത്ത എപ്പോഴും ഈ സൂക്ഷിക്കണം എല്ലാവരും. കാരണം ഈ ചാനലുകൾക്ക് രാവിലെ വരുമ്പം എന്തെങ്കിലും ഒരു സാധനം വേണം, വാർത്ത ഇല്ലാതിരിക്കുമ്പോൾ. ഒരു മഹാസംഭവം അവരതിൻ്റെ പുറകെ പോകും. അപ്പോൾ അവരിങ്ങനെ ചകഞ്ഞ് നോക്കിയിട്ട് ഏതെങ്കിലും പത്രം എവിടെയെങ്കിലും എന്തെങ്കിലും സാധനം കൊടുത്തിട്ട് ആദ്യം കയറി അങ്ങ് പിടിക്കും. ഇതാണ് മാതൃഭൂമി ചെറിയൊരു വാർത്ത വന്നു, എല്ലാവരും കയറി ചൊറിഞ്ഞങ്ങ് എടുത്തു. കാരണം വേറെ വാർത്തയില്ല, അപ്പോൾ ഒരു വാർത്ത ഉണ്ടാക്കുന്നതാണ്. അതിന് മാത്രമുള്ള പ്രാധാന്യമൊന്നും ഈ വാർത്ത. നമ്മൾ ചാനലിൽ ജോലി മതിരാവിലെ ഡ്യൂട്ടിക്ക് ചെല്ലുമ്പോൾ നൈറ്റ് ഡ്യൂട്ടി ഇരുന്നോ പറയും, ചേട്ടാ ഒന്നുമില്ല, ഇനി അങ്ങോട്ട് നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരുമെന്ന് പറയാം. അത് കറക്റ്റ്, അതാണ് അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് വളരെ നിസ്സാരമായ കാര്യമാണ്. ഇത് ഇത്രയും വലിയൊരു ജനകീയ വിഷയമാവേണ്ട ഒരു കാര്യമൊന്നും. പക്ഷേ കറക്റ്റ് ഈ ദിവസങ്ങളിൽ വാർത്ത ഇല്ലാതെ പോയതുകൊണ്ട് ഒരൊറ്റ സംഭവം ഉണ്ടാവട്ടെ, എല്ലാവരും രാജകൃഷ്ണനെ വിടും. ഞാൻ ഷർഷാദിനെ വിളിച്ചു, നിങ്ങളുടെ സമയം കറക്റ്റാണ്, പരമാവധി ഉപയോഗിച്ചോണം, ആര് ഇൻ്റർവ്യൂ കൊടുത്താലും അപ്പം കൊടുത്തോണം, നിങ്ങൾ റെഡി ആയിട്ടിരുന്നു, ബാക്കി പരിപാടിയെല്ലാം മാറ്റി വെച്ചിട്ട് ആർക്കും കൊടുക്കാൻ റെഡി ആയിട്ട്. ഷർഷാദ് പറഞ്ഞു എല്ലാ ചാനലുകളും 2 ദിവസമായിട്ട് വീട്ടിലെ ഷർഷാദ് ആഘോഷത്തില്ല. കാരണം അന്ന് എല്ലാവരും പുറകെ നടന്നിട്ട് ആരും കൊടുത്തില്ല. ഇത് ഷർഷാദ് ഹാപ്പിയില്ല. എന്തായാലും ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞത് മാത്രം. നന്ദി, നമസ്കാരം.